നാളെ സർജറി ചെയ്യാൻ പോവാണ്. റൈറ്റ് ഹാൻഡ് മൈ ഫേക്ക് മസിൽ സർജറി ചെയ്യാൻ പോകണം. സോ ഇതിപ്പോൾ കുറച്ച് ഓഫറിലൊക്കെ വന്നെടുത്ത ഡ്രസ്സുകളാണ്. ഇതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞിട്ടിടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതുപോലെ കുറേ ഡ്രസ്സുകളുണ്ട്. ഔട്ട്ഫിറ്റ്സ് ഒക്കെ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യും. ഇപ്പം കാണില്ലേ, അതുവരെ എത്താൻ അറിയാമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഞാൻ എത്തിക്കും. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. നല്ല സർജറിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വ്ളോഗിൽ കാണാം. ഓക്കെ, ഒരേ മസാലയിലുണ്ടാകും. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ്. കോസ്മയിലാണ് പോകുന്നത്. സോ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അഡ്മിറ്റ് ആകാൻ പോവാണ്. എൻ്റെ ഓർമ്മയിൽ ഞാൻ അഡ്മിറ്റ് ആയത് ഒരു ദിവസം അടിച്ച് ഫിറ്റായപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ നിഖിൽ കൊണ്ട് ജനറൽ ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഗൈസ്, വർഷങ്ങൾക്ക് മുന്നേ. ഞാൻ ഇങ്ങനെ അഡ്മിഷനായി ഇങ്ങനെ ഇരിക്കുകയാണ്. ചെയ്തിട്ട് വേണം ഇവിടെ ഒരു ടാറ്റു ചെയ്യാൻ. അങ്ങനെ അതും കെട്ടി. ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളുണ്ടെങ്കിൽ പ്ലീസ് റിമൂവ്. എപ്പോഴും ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ റൂം കിട്ടി ഗൈസ്. സർജറി ഒരു ദിവസം കൂടെ കൂടുതൽ പോസ്റ്റ്പോണ്ട് ചെയ്തു. കാരണം ഈ സാധനം ഒരിക്കൽ കൂടെ അവർക്ക് സ്റ്റഡി ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പോസ്റ്റ്പോണ്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഫേസ്നെസ്സിൽ എന്താണെന്ന് കണ്ടുപിടിക്കണ്ടേ, അതിനുള്ള എത്തപ്പാടിലാണ് അവർ. നാളെ രാവിലെ എന്തോ ടെസ്റ്റിൻ്റെ പേരെന്തോ FNAC ടെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ള മൂവ്മെൻറ്റ്സ് എന്നാണ് പറഞ്ഞത്. വിൽ വെയിറ്റ്. ഡേ 27 കഴിഞ്ഞു ഹോസ്പിറ്റൽ. ഇനി നാളെ ഉണ്ട്, മറ്റന്നാൾ ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കണതെന്ന്. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.